ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം അത് വെറും 1 മണിക്കൂറിനുള്ളിൽ നടന്നാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെ ഒരു ഫോർമുലയെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് അതിശയോക്തിയായി തോന്നാം, പക്ഷേ ഇത് നമ്മുടെ സമയത്തെയും ചിന്തകളെയും കുറിച്ചുള്ള എല്ലാ ധാരണകളെയും മാറ്റിമറിക്കുന്ന ഒരു ആശയമാണ്. അപ്പോൾ ഇതിന്റെ രഹസ്യം എന്താണെന്ന് നോക്കിയാലോ? വെറും 47 മിനിറ്റ്. അതെ, ഇത്രയും സമയമേ വേണ്ടിവന്നുള്ളൂ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു സ്റ്റുഡന്റിന് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ജോലി കിട്ടാൻ. ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് തന്നെയല്ലേ കേട്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതെ, 1 മണിക്കൂറിൽ താഴെ മാത്രം. അപ്പോൾ ഇത് വെറുതെ പോസിറ്റീവായിട്ടിരിക്കുക അല്ലെങ്കിൽ എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുക അതിനെക്കുറിച്ചൊന്നല്ല കേട്ടോ. ഇത് അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ്. നമ്മൾ യാഥാർത്ഥ്യത്തെ എങ്ങനെ കാണുന്നു, അതിനെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിലൊരു കംപ്ലീറ്റ് ഷിഫ്റ്റ് വരുത്തുന്നതിനെ പറ്റിയാണ്. നമ്മുടെ ചിന്താരീതി തന്നെ നമ്മൾ മൊത്തത്തിൽ മാറ്റാൻ പോവുകയാണ്. നമ്മുടെ പല ലക്ഷ്യങ്ങളും വൈകുന്നതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്. നമ്മുടെ വിജയത്തിന് എത്ര സമയം വേണമെന്ന് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ചില കാര്യങ്ങൾ നടക്കാൻ വർഷങ്ങളെടുക്കുമെന്ന് നമ്മൾ എന്തിനാണിങ്ങനെ വിശ്വസിക്കുന്നത്? ഒരു നല്ല ജോലി കിട്ടാൻ ഇത്ര വർഷം വേണം, ഒരു ബിസിനസ് വിജയിക്കാൻ അത്ര വർഷം വേണം. ഇങ്ങനെ സമയത്തെക്കുറിച്ചും നമ്മുടെ കഴിവുകളെക്കുറിച്ചും നമുക്ക് തന്നെ ഒരുപാട് ലിമിറ്റ്സ് ഇല്ലേ? ഇതിനെ നമുക്കൊരു മൈൻഡ് തെർമോസ്റ്റാറ്റ് എന്ന് വിളിക്കാം. നമ്മുടെ വീട്ടിലെ AC-യുടെ തെർമോസ്റ്റാറ്റ് പോലെ നമ്മളൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്താൽ റൂം ആ ടെമ്പറേച്ചറിൽ നിർത്താൻ AC ശ്രമിക്കുമല്ലേ? അതുപോലെയാണ് നമ്മുടെ ഉപബോധ മനസ്സും. ഒരു കാര്യം നടക്കാൻ 5 വർഷം വേണം എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ മനസ്സ് ആ 5 വർഷം കൊണ്ട് അത് സാധിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും. ഏഞ്ചലയുടെ കാര്യം തന്നെ എടുക്കാം. തന്റെ ഡ്രീം ജോബ് കിട്ടാൻ 2 വർഷം എടുക്കും എന്നായിരുന്നു അവളുടെ വിശ്വാസം. സംഭവിച്ചതും അതുതന്നെ. ചില ആളുകൾ ഈ സമയത്തിന്റെ ലിമിറ്റ്സിനെ എങ്ങനെയാണ് പൊളിച്ചെറിഞ്ഞതെന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിന്, എഞ്ചിനീയർമാരൊരു പ്രശ്നം പരിഹരിക്കാൻ 6 മാസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇലോൺ മസ്ക് എന്താ പറഞ്ഞതെന്നറിയാമോ? ഇല്ല, നമ്മളിത് 24 മണിക്കൂറിനുള്ളിൽ തീർക്കും. അവർ അത് ചെയ്യുകയും ചെയ്തു. അതുപോലെ ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാൻ 25 വർഷം വേണ്ടിവരുമെന്ന് വിദഗ്ധർ പറഞ്ഞപ്പോൾ JFK പറഞ്ഞു, അതൊന്നും പറ്റില്ല, നമ്മളത് 10 വർഷത്തിനുള്ളിൽ ചെയ്യും. ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാവുന്നത്? നമ്മൾ വിചാരിക്കുന്ന ഈ ടൈം ലൈനുകളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വെറും പരിധികളാണ്. അപ്പോൾ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്? നമ്മുടെ ബ്രെയിനിനെ ഒന്ന് റീവയർ ചെയ്ത് സമയത്തെ നമ്മുടെ വരുതിയിലാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഫോർമുലയുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഒരു ആഗ്രഹം മനസ്സിൽ വെക്കുന്നതും അത് യാഥാർത്ഥ്യമാകുന്നതും തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസമേയുള്ളൂ. ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനോഭാവമാണ്. ഇത് നടന്നാൽ കൊള്ളാം എന്നാഗ്രഹിക്കുന്നതിന് പകരം ഇത് എന്തായാലും നടക്കും എന്നൊരു ഉറച്ച വിശ്വാസത്തിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറണം. ആ ഒരൊറ്റ സ്വിച്ചാണ് ഇവിടുത്തെ ഗെയിം ചേഞ്ചർ. അപ്പോൾ ഈ ടെക്നിക്കിന്റെ എല്ലാം അടിസ്ഥാനം ഒരു പവർഫുൾ സ്റ്റേറ്റ്മെന്റാണ്. അതിന്റെ ആദ്യത്തെ ഭാഗം ഇതാണ്: എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. ഇനി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വാക്യത്തിന്റെ കൂടെ നമ്മൾ ചേർക്കണം അടുത്ത 1 മണിക്കൂറിനുള്ളിൽ. എന്തുകൊണ്ടാണ് 1 മണിക്കൂർ? കാരണം പ്രപഞ്ചത്തിന് കാര്യങ്ങൾ നീക്കാൻ അത്യാവശ്യം വേണ്ട ഒരു സമയം അതിലുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിൽ സംശയങ്ങൾക്കും ആശങ്കകൾക്കും വളരാൻ മാത്രം വലിയൊരു സമയവുമല്ല അത്. അതൊരു പെർഫെക്റ്റ് ടൈം ഫ്രെയിമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്ക് തന്നെ ഇതിലൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഡോക്യുമെന്റ് കിട്ടാനുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2:15 ആയപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, എനിക്കിത് 1 മണിക്കൂറിനുള്ളിൽ കിട്ടും. എന്താ സംഭവിച്ചതെന്നോ? കൃത്യം 3:02 ആയപ്പോൾ ആ ഡോക്യുമെന്റ് അദ്ദേഹത്തിന്റെ ഇമെയിലിലെത്തി. 1 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ, വെറും 47 മിനിറ്റ് കൊണ്ട്. ശരി, ഈ ഫോർമുല വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രത്യേക മാനസിക അവസ്ഥയിലേക്ക് എത്തണം. പെട്ടെന്നൊരു റിസൾട്ട്സ് കിട്ടാനുള്ള മാസ്റ്റർ കീ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതിനെ ഉറപ്പിന്റെ ഒരു ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയാം. അതായത് നമ്മൾ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും എന്നാൽ അതേസമയം എല്ലാം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഒരു പുഴയുടെ ഒഴുക്കിനൊപ്പം നമ്മൾ ഒഴുകി നീങ്ങുന്നതുപോലെ. ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കുന്നില്ല, മറിച്ച് അതിന്റെ കൂടെ അങ്ങ് പോകുന്നു. അങ്ങനൊരവസ്ഥ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നാൽ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ല, നിങ്ങൾ ആരായിരിക്കുന്നു എന്നതിലാണ് കാര്യം. ഇത് വളരെ ആഴത്തിലുള്ളൊരു ആശയമാണ്. അതായത് നിങ്ങൾക്ക് വേണ്ട ആ കാര്യം കിട്ടിക്കഴിഞ്ഞ ഒരാൾ എങ്ങനെയായിരിക്കുമോ ആ വ്യക്തിയായി നിങ്ങൾ ഇപ്പോൾ തന്നെ മാറുക. ആ ഫീലിംഗ്, ആ ഒരു മനോഭാവം ഇപ്പോൾ തന്നെ ഉള്ളിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. നമ്മുടെ ബ്രെയിൻ വേവ്സ് ഒരു ഗാമ സ്റ്റേറ്റിലേക്ക് മാറും. ഇത് വെറുതെ പറയുന്നതല്ല. വർഷങ്ങളോളം മെഡിറ്റേഷൻ ചെയ്ത് വലിയ ധ്യാനഗുരുക്കന്മാരെത്തുന്ന അതേ ഫ്രീക്വൻസിയാണിത്. അപ്പോൾ ഇതിനൊരു സയന്റിഫിക് ബേസ് കൂടിയുണ്ടെന്ന് സാരം. ഓക്കെ, അപ്പോൾ തിയറിയൊക്കെ നമ്മൾ കേട്ടു. ഇനി കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റെപ്പുകളും നോക്കാം, അല്ലേ? റേച്ചലിന്റെ
കഥ കേൾക്കണം. വേൾഡ് സീരീസ് ഫൈനൽ കാണാൻ ഭയങ്കര ആഗ്രഹം. പക്ഷെ ടിക്കറ്റെല്ലാം വിറ്റുതീർന്നു. റേച്ചൽ എന്തു ചെയ്തു? അവൾ ഉറപ്പിച്ചു പറഞ്ഞു, എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്, അടുത്തൊരു മണിക്കൂറിനുള്ളിൽ 3 പെർഫെക്റ്റ് ടിക്കറ്റുകൾ എനിക്ക് കിട്ടും. എന്നിട്ട് എന്തുണ്ടായി എന്നല്ലേ? വെറും 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരാൾക്ക് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റുകൾ പെട്ടെന്ന് വിൽക്കണമെന്നൊരു തോന്നലുണ്ടായി. അയാൾ അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു. റേച്ചലിന് ടിക്കറ്റ് കിട്ടി. അത്ര സിമ്പിൾ. ഇനി പറയാൻ പോകുന്നത് ഇതിലും അവിശ്വസനീയമായ ഒരു കാര്യമാണ്. ഏഞ്ചലയുടെ കഥ. 17 മാസമായി, അതായത് 1.5 വർഷത്തോളമായി ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന അവളുടെ എക്സ് ബോയ്ഫ്രണ്ടിനെക്കുറിച്ച് അവൾ പറഞ്ഞു, എനിക്ക് 100% ഉറപ്പുണ്ട്, അടുത്ത 1 മണിക്കൂറിനുള്ളിൽ അവൻ മനസ്സുമാറി എന്നെ വിളിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? അവനൊരു മണിക്കൂറിനുള്ളിൽ വിളിച്ചു. കഥ അവിടെ തീർന്നില്ല. ഇന്നവർ വിവാഹിതരാണ്, അവർക്കൊരു കുട്ടിയുമുണ്ട്. നോക്കൂ, അതൊരു ഫോൺ കോൾ മാത്രമായിരുന്നില്ല, ഒരു ജീവിതം തന്നെ മാറി മറിഞ്ഞ നിമിഷമായിരുന്നു അത്. അപ്പോ ഈ ഒരു മണിക്കൂർ ടെക്നിക് എങ്ങനെ വിജയകരമായി ചെയ്യാം? 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ഉറപ്പോടെ പ്രഖ്യാപിക്കുക. നിങ്ങളുടെ ആഗ്രഹം അടുത്ത 1 മണിക്കൂറിനുള്ളിൽ നടക്കാൻ പോകുന്ന ഒരു സത്യമാണെന്ന് ഉറപ്പിച്ചു പറയുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, അത് പറഞ്ഞതിനു ശേഷം അതിനെപ്പറ്റി മറക്കുക. നിങ്ങളുടെ സാധാരണ ജീവിതം തുടരുക. അതിനായി കാത്തിരിക്കരുത്. മൂന്നാമത്തെ കാര്യം, ആകാംക്ഷയോടെ ഫോണോ ഇമെയിലോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. കാരണം അത് കാണിക്കുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെന്നാണ്. അതൊരു തടസ്സമുണ്ടാക്കും. നാലാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യം, ഇതാരോടും പറയാതിരിക്കുക. നിങ്ങളുടെ ഈ ലക്ഷ്യത്തെ മറ്റുള്ളവരുടെ സംശയങ്ങളിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും സംരക്ഷിക്കുക. അപ്പോ ഇത്രയും കേട്ട സ്ഥിതിക്ക് ഒരു കാര്യം വ്യക്തമാണ്. ഉറച്ച വിശ്വാസത്തിന് സമയത്തെ ചുരുക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്? ആലോചിച്ചു നോക്കൂ.